IFRS എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ 8 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 9ാമത്തെ തൊട്ട് തുടങ്ങുവാണ്. സോ IFRS 9 അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് IFRS 9 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. IFRS 9ൻ്റെ പേര് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ഇവിടെ IFRS 9 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പേരെങ്കിൽ പോലും ശരിക്കും IFRS 9 ഡീൽ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ അസറ്റിൻ്റെയും ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെയും റെക്കഗ്നീഷനാണ്. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റിയും എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, ആ മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശരിക്കും ഈ IFRS 9ൽ വരുന്നത്. ഈ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ലാൻഡും ബിൽഡിങ്ങും ഒന്നുമല്ല, ഇത് മെയിൻലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ലോൺസ് ആണ്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റിയും അതിൻ്റെ ട്രൂ വാല്യൂ വെച്ച് മെഷർ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റിയും അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കാം, ആ ഒരു കോണ്ടെക്സ്റ്റാണ് ശരിക്കും ഈ IFRS 9ൽ പറയുന്നത്. അപ്പോൾ പേര് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്നാണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൻ്റെയും വാല്യുവേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് IFRS 10 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു കമ്പനി, എക്സ് എന്ന കമ്പനി വൈ എന്ന കമ്പനിയുടെ ഒരു 80% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ഹോൾഡിംഗ് കമ്പനിയാണ്, എക്സിൻ്റെ സബ്സിഡിയറി കമ്പനിയാകും വൈ എന്ന് പറയുന്നത്. വൈ എന്ന കമ്പനിയുടെ, കേട്ടോണേ, വൈ എന്ന കമ്പനിയുടെ 80% ഷെയറും ഹോൾഡ് ചെയ്യുന്നത് എക്സ് ആണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റാണ് ഈ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി. ബാക്കി 20% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് മറ്റുള്ളവരായിരിക്കും. എന്തായാലും വൈ എന്ന കമ്പനിയുടെ 80% ഉടമസ്ഥാവകാശം എക്സ് എന്ന കമ്പനിക്കാണ്, ബാക്കി 20% മറ്റുള്ളവർക്ക്. ഈ ഒരു രീതി വെച്ച് എക്സ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, എക്സ് എന്ന കമ്പനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്നത് എക്സ് എന്ന കമ്പനിയുടെ എല്ലാ കാര്യവും എടുക്കും. കാര്യം എക്സ് എന്ന കമ്പനിയുടെ എല്ലാം എക്സിൻ്റെ തന്നെ ആണല്ലോ. അപ്പോൾ എക്സ് എന്ന കമ്പനിയുടെ അസറ്റും ലയബിലിറ്റി എല്ലാം എടുത്തെഴുതും. അതുകൂടാതെ വൈ എന്ന കമ്പനിയുടെയും എല്ലാ അസറ്റും ലയബിലിറ്റിയും കാണിക്കും. എന്നിട്ട് ആ 20% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന രീതിയിലാണ് രേഖപ്പെടുത്തുന്നത്. അതായത് വൈയുടെ 80% അസറ്റും 80% ലയബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് അല്ല, വൈ എന്ന കമ്പനിയുടെ എല്ലാ അസറ്റും ലയബിലിറ്റിയും എക്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ കൺസോളിഡേറ്റ് ചെയ്യും. കൂടാതെ ഇവരുടെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത ഒരു 20% ഉണ്ടല്ലോ, അത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഈ രീതിയിൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയുടെയും കൂടെ ചേർത്ത് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിക്കാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ PG ക്ലാസ്സുകളിൽ വരുന്നതാണ്. ഓക്കെ, ഓർത്ത് വെക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനിയുടെ ഡേറ്റ, അവരുടെ അസറ്റും ലയബിലിറ്റി എല്ലാം കൂടെ ചേർത്തായിരിക്കും ഇവരുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് കൺസോളിഡേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സബ്സിഡിയറി കമ്പനിയുടെ മുഴുവൻ ഫിനാൻഷ്യൽസും ഇങ്ങോട്ട് എടുക്കും ആദ്യം. എന്നിട്ട് ഇവർ ഹോൾഡ് ചെയ്യാത്ത എത്ര % ആണോ അത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് അത് ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഈ കാൽക്കുലേഷൻസ് എല്ലാം തന്നെയും IFRS 10 അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ IFRS 10ലാണ് ഈ പറയുന്ന കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വരുന്നത്. ദെൻ ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്, IFRS 11 പറയുന്നത് ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്. പാർട്ട്ണർഷിപ്പ് അല്ലാതെ തന്നെ രണ്ടാളുകൾക്ക് ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങാൻ പറ്റും. അത് നമ്മൾ ഡിഗ്രി ലെവലൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ജോയിൻറ്റ് വെഞ്ചർ, പാർട്ട്ണർഷിപ്പ് അല്ല, ജോയിൻറ്റ് വെഞ്ചർ വേറെയാണ്. മെയിനായിട്ട് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി രണ്ടോ അതിലധികം ആളുകൾ ചേർന്നിട്ട് ആ ഒരു പർപ്പസ് നടത്തിയെടുക്കുക, അതാണ് മെയിനായിട്ട് ഈ ജോയിൻറ്റ് വെഞ്ചർ. ഇപ്പോൾ ഒരു പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നിലധികം കൺസ്ട്രക്ഷൻ കമ്പനീസ് ചേർന്നായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷേ ആ പാലത്തിൻ്റെ പണി കഴിയുമ്പോൾ അവരവരുടേതായ രീതിയിൽ പിരിഞ്ഞങ്ങ് പോകും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം, ഇപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു പാലത്തിൻ്റെ പണിക്ക് വേണ്ടി മാത്രമായിട്ട് വൈ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടാം. അതിനുവേണ്ടി മാത്രമായിട്ട്, അവരുമായി പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല, ജോയിൻറ്റ് വെഞ്ചറാണ്.
അപ്പോൾ അത്തരത്തിലുള്ള ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻസ് എല്ലാം IFRS 11 ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ് എന്ന ഈ IFRS വെച്ചാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതുവഴിയാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ഇനി 12ാമതായിട്ട് മറ്റ് എൻറ്റിറ്റീസിൽ എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ഒരു കമ്പനിക്ക്, ഇപ്പോൾ എക്സ് എന്ന കമ്പനിക്ക് മറ്റേതെങ്കിലും കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് സബ്സിഡിയറി ആയിട്ടാവാം, ജോയിൻ്റ് അറേഞ്ച്മെൻ്റ് ആവാം, ഒരു അസോസിയേറ്റ് ആവാം, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇത് പറയുന്നത് IFRS 12 ആണ്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ കമ്പനികളുടെയും ഫിനാൻഷ്യൽ പൊസിഷനും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. അതാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത്, സബ്സിഡിയറി കമ്പനിയുടെ എല്ലാം ഡേറ്റ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തെടുക്കണം. സബ്സിഡിയറി മാത്രമല്ല, ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്, സബ്സിഡിയറി, മറ്റ് അസോസിയേറ്റ് എല്ലാം. നമ്മുടെ കമ്പനിക്ക് മറ്റേതെങ്കിലുമൊക്കെ കമ്പനികളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യമൊന്നുമല്ല, നമുക്ക് അവിടെ ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കണം. അതായിരുന്നു 12. 13 ഫെയർ വാല്യൂ മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ഒരു അസറ്റിന്, നമ്മുടെ ബിസിനസ്സിലെ ഒരു അസറ്റിന് നമുക്ക് എങ്ങനെ ഒരു ഫെയർ വാല്യൂ മെഷർ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കമ്പനിയുടെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഈ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 സെൻറ്റ് പുരയിടം വേണം. ഓക്കെ, നിങ്ങൾ ബ്രോക്കർമാരെയും പത്രത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഏരിയയിലും എത്തുമ്പോൾ അവിടെ ഒരു വില അവർ പറയും. അവിടെ സെൻറ്റിന് 8 ലക്ഷം, സെൻറ്റിന് 6 ലക്ഷം, സെൻറ്റിന് 4 ലക്ഷം. മെയിനായിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ഈ ഫെയർ വാല്യൂ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ നടപ്പ് വില എന്നൊക്കെ പറയാം. ഇപ്പോൾ ഇവിടെ 6 ലക്ഷത്തിനൊക്കെയാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് മെയിനായിട്ട്, പ്രോപ്പർട്ടിയുടെ കാര്യം പറയുന്നത് മെയിനായിട്ട് നിലവിൽ ആ ഭാഗത്തുള്ള പ്രോപ്പർട്ടി ലാസ്റ്റ് എത്രയാണോ വിറ്റത് അതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ കുറച്ചടുത്തായിട്ട് ഈ അടുത്ത് ഏകദേശം അതേ കണക്കൊരു പ്രോപ്പർട്ടി സെൻറ്റിന് 6 ലക്ഷത്തിന് പോയെങ്കിൽ ഇവിടെ 6 അതിന് മുകളിലോട്ടോ തന്നെ അവർ വെക്കും, അതിൻ്റെ ഉടമസ്ഥൻ വെക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിലവിലെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് അയാൾ ആ ഫെയർ വാല്യൂ തീരുമാനിച്ചത് എന്ന് പറയുന്ന പോലെ ബിസിനസ്സിലെ ഓരോ അസറ്റിനും എങ്ങനെയാണ് ഈ ഫെയർ വാല്യൂ മെഷർ ചെയ്യേണ്ടതെന്നുള്ളത് 3-4 മെത്തേഡുണ്ട്. ഓക്കെ, ആ മെത്തേഡ് എല്ലാം പറയുന്നത് ഈ IFRS 13 അനുസരിച്ചാണ്. വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് അനുസരിച്ച് അങ്ങ് പോകാം, അതല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ്, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അസറ്റിന് എന്ത് കോസ്റ്റായി ആ കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റ് ചേർത്ത് തീരുമാനിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു ബിസിനസ്സുകാർ ഈ പറയുന്ന അസറ്റ് ഏത് രീതിയിലാണോ വിറ്റുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തീരുമാനിക്കാം. അങ്ങനെ പല മെത്തേഡുണ്ട്. എന്തായാലും ഈ ഫെയർ വാല്യൂ മെഷർ ചെയ്യുന്നതെല്ലാം IFRS 13 ബേസിലാണ്. ഓക്കെ, നെക്സ്റ്റ് IFRS 14 പേരെന്ന് പറയുന്നത് റെഗുലേറ്ററി ഡെഫറൽ അക്കൗണ്ട് എന്നാണ്. റെഗുലേറ്ററി ഡെഫറൽ അക്കൗണ്ട് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ താരിഫ് ഈടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ, സപ്പോസ് ഇലക്ട്രിസിറ്റി കമ്പനി, വാട്ടർ അതോറിറ്റി, ടെലികോം, ഇവരൊക്കെ മന്ത്ലി താരിഫാണ് ഇവിടെ റവന്യൂ അല്ലേ. ഇപ്പോൾ 2 മാസം കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വരും, വാട്ടർ ബില്ല് വരും, മാസാമാസം ഫോൺ റീചാർജ് ചെയ്യണം, ഇങ്ങനെ താരിഫാണ് ഇവരുടെ റവന്യൂ എന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികൾക്കാണ് ഈ IFRS 14 വരുന്നത്. ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ, അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ, ടെലികോം തുടങ്ങി താരിഫ് ഈടാക്കുന്ന കണക്കുള്ള റേറ്റ് റെഗുലേറ്റഡ് കമ്പനീസ് എന്ന് പറയും. അതായത് അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഈ മന്ത്ലി ഉള്ള റേറ്റാണ്. ഓക്കെ, അത്തരം കമ്പനികൾക്ക് ആദ്യമായിട്ട് IFRSലോട്ട് മാറുമ്പോൾ ഉടനെ തന്നെ അവരുടെ പഴയ മെത്തേഡ് മൊത്തത്തിൽ മാറ്റണമെന്നില്ല. അവർക്ക് ചെറിയൊരു ഇളവ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഈ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനി എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ട്രാൻസ്ഫോമർക്കും ലൈനുകൾക്കുമായിട്ട് ഇഷ്ടം പോലെ. ഇതിവർക്ക് മന്ത്ലി താരിഫിൽ നിന്നാണ് കുറേശ്ശെ പിരിച്ചെടുക്കേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ IFRSലോട്ട് ചേഞ്ച് ആകുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും റിക്കവറായി കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു കാലതാമസം ഇവർ കൊടുക്കും. IFRSലോട്ട് മാറിയെങ്കിൽ പോലും ഈ പറയുന്ന റേറ്റ് റെഗുലേറ്റഡ് കമ്പനീസിനൊരു ടെമ്പററി പാസ് പോലെ തൽക്കാലം അവർക്ക് ഈ പറയുന്ന ഓൾഡ് മെത്തേഡ് കുറച്ച് നാളുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അനുവദിക്കുന്ന IFRS ആണ് ഈ IFRS 14 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 15 എന്ന് പറയുന്നത് റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. ഇത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് റവന്യൂ റെക്കഗ്നിഷൻ ഞാൻ പറഞ്ഞതാണ്. റവന്യൂ റെക്കഗ്നിഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ പോലും ആ സെയിൽ നടക്കുന്ന മൊമെൻറ്റിൽ തന്നെ, ആ സെയിൽ നടക്കുന്ന ആ നിമിഷത്തിൽ തന്നെ റവന്യൂ കിട്ടിയെന്ന് റെക്കോർഡ് ചെയ്യും. ക്യാഷ് പിന്നെ കിട്ടിയാലും മതി. അതായത് ക്യാഷ് കിട്ടുന്ന മൊമെൻ്റ് അല്ല, സെയിൽ നടക്കുന്ന മൊമെൻ്റ് ആയിരിക്കും നമ്മൾ റവന്യൂ കിട്ടിയെന്ന് എഴുതുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ലാപ്ടോപ്പ് വിൽക്കുവാണ്, എൻ്റെ കമ്പനി മറ്റൊരാൾക്ക് ലാപ്ടോപ്പ് വിൽക്കുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ
ആ കസ്റ്റമറുമായിട്ടുള്ള എഗ്രിമെൻറ്റ് ഒപ്പിടുക. എഗ്രിമെൻറ്റ് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, അയാൾ വന്നിട്ട് പറയും എനിക്കൊരു ലാപ്ടോപ്പ് വേണം, മെയിനായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയ വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 500 ലാപ്ടോപ്പ് ഒരുമിച്ച് വിൽക്കുന്ന അല്ലെങ്കിൽ 50 ലാപ്ടോപ്പ് ഒരുമിച്ച് വിൽക്കുന്നവരാണെങ്കിൽ എഗ്രിമെൻ്റ് ഒക്കെ കാണും. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക്, ഞാനിപ്പോൾ ലാപ്ടോപ്പ് വിൽക്കുന്ന ഒരു കമ്പനിയാണ്, ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് 50 ലാപ്ടോപ്പ് ഒരുമിച്ച് വിൽക്കുവാണെങ്കിൽ ആദ്യം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന എത്ര രൂപയാണ്, വാറണ്ടി എങ്ങനെയാണ്, സെറ്റപ്പ് കോസ്റ്റ് ഫ്രീ ആണോ, ഇതെല്ലാം സംബന്ധിച്ച് അങ്ങനെ എഗ്രിമെൻറ്റിലെത്തും. ദെൻ ട്രാൻസാക്ഷൻ പ്രൈസ് ഉറപ്പിക്കും, ഡിസ്കൗണ്ട് വല്ലതുണ്ടെങ്കിൽ അത് ഉറപ്പിക്കും. എന്നിട്ട് കൃത്യമായിട്ട് ഈ റവന്യൂ, അതായത് ഈ പറയുന്ന പ്രൈസ് എത്രയാണോ അത് കറക്റ്റായിട്ട് തീരുമാനിക്കും. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കോണം, നമ്മളെപ്പോഴാണോ അവർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നത്, പൈസ കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ആ ലാപ്ടോപ്പ് അവർക്ക് കൊടുക്കുമ്പോൾ സെയിൽ നടന്നു, നമ്മൾ ആ ലാപ്ടോപ്പ് കൊടുത്താൽ സെയിൽ നടന്നു എന്നർത്ഥം. ഓക്കെ, തീർച്ചയായിട്ടും ഇതിങ്ങനെ വലിയ ആനക്കാര്യമൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. നമ്മളിപ്പോൾ ഒരു 50 ലാപ്ടോപ്പ് ഒരു കമ്പനിക്ക് വിൽക്കുമ്പോൾ എപ്പോഴാണ് നമ്മുടെ റവന്യൂ കിട്ടിയതായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം കോൺട്രാക്റ്റ് ഒപ്പിടും, പിന്നീട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തീരുമാനിക്കും, ഈ പ്രൈസ് എല്ലാം തീരുമാനിക്കും. ദെൻ ആ പറയുന്ന പ്രൈസിൻ്റെ സ്പ്ലിറ്റപ്പ്, ലാപ്ടോപ്പിന് എത്ര വാറണ്ടി, ഇതെല്ലാം തീരുമാനിച്ച് എല്ലാം ഉറപ്പിച്ചതിന് ശേഷം ലാപ്ടോപ്പ് കൈമാറുന്ന ഒരു സംഭവം വരും. ഓക്കെ, നമ്മൾ ലാപ്ടോപ്പ് കൈമാറി. ഓക്കെ, ആ ഒരു ലാപ്ടോപ്പ് കൈമാറുന്ന ആ മൊമെൻറ്റിൽ ശരിക്കും റവന്യൂ റെക്കഗ്നൈസ് ചെയ്തായിട്ട് തന്നെ എഴുതാം. ഇത് നമ്മുടെ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇങ്ങനെയാണ്. ഇതിപ്പോൾ IFRS മാത്രമൊന്നുമല്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്യാപ്പ്, നമ്മുടെ ഇന്ത്യൻ ഗ്യാപ്പും ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ 16-ാമതായിട്ട് ലീസ്. ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 പാർട്ടീസ് ഉണ്ട്, ലെസ്സറും ലെസ്സിയും. അതായത് അസറ്റ് പാട്ടത്തിന് കൊടുക്കുന്ന പരിപാടിയാണ്. താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടി വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, വെഹിക്കിൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പാട്ടത്തിന് കൊടുക്കും, ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ ഒരു ലീസ് റെൻ്റ് ഇവർ ഈടാക്കും. അപ്പോൾ ഈ പറയുന്ന ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള എഗ്രിമെൻറ്റ് എങ്ങനെ ആയിരിക്കണം, ലീസിങ് ഏത് രീതിയിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യേണ്ടത്, അത് ശരിക്കും IFRS 16 ആണ് പറയുന്നത്. അപ്പോൾ IFRS 16 പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ലീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുക. ബുക്സ് ഓഫ് ലെസ്സർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ബുക്സ് ഓഫ് ലെസ്സി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ IFRSകൾ. 17 പറയേണ്ട കാര്യമില്ല, 17 എന്ന് പറയുന്നത് ഇൻഷുറൻസ് തന്നെയാണ്, അത് ഓൾറെഡി 4 ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ആകെ മൊത്തം നമുക്ക് കൗണ്ട് ചെയ്താൽ 16 എണ്ണം ഉണ്ട്. ഇത് 16 ഞാൻ പറഞ്ഞിട്ടുണ്ട്. IFRSൻ്റെ നമ്പർ നോക്കിയാൽ 17 ഉണ്ട്, കാര്യം 4 സസ്പെൻഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ IFRS എന്ന ടോപ്പിക്ക്.